നമ്മളിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി സിനഗോഗിലാണ്. ഏകദേശം 450 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ദേവാലയത്തിലാണ് കേട്ടോ. അതായത് യൂറോപ്യന്മാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ കൊച്ചിയിലേക്ക് രക്ഷപ്പെട്ട ജൂതന്മാർക്ക് വേണ്ടി 1568 നിർമ്മിച്ചതാണ് ഈ സിനഗോഗ് അഥവാ ഈ ദേവാലയം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഇതിനകത്ത് കയറിയിട്ടൊന്ന് കാണാം കേട്ടോ. സിനഗോഗിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് സിനഗോഗിൻ്റെ പുറത്തുനിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. സിനഗോഗിന് പുറത്തായിട്ടൊരു ക്ലോക്ക് ടവർ ഉണ്ട്. 1760 അറിയപ്പെടുന്ന ജൂത വ്യവസായിയായ എസക്കിൽ റഹാബിയാണ് ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. ഇപ്പോഴും സമയക്രമം നിലനിർത്തിക്കൊണ്ട് ഓരോ അരമണിക്കൂറിലും മണിയടിക്കുന്നുണ്ട്. ഏകദേശം 45 അടി ഉയരമുള്ള മണിഗോപുരത്തിന് ലാറ്റിൻ, ഹീബ്രു, മലയാളം എന്നീ 3 ഭാഷകളിലെ അക്കങ്ങളുള്ള 3 മുഖങ്ങളുണ്ട്. 4ാമത്തെ മുഖം ശൂന്യമാണ്. മഹാരാജാവിൻ്റെ കൊട്ടാരത്തിന് അഭിമുഖമായിട്ട് മലയാളം അക്കങ്ങളും സിനഗോഗിന് അഭിമുഖമായി ഹീബ്രു അക്കങ്ങളും 3ാമത്തേത് റോമൻ അക്കങ്ങളുമാണ്. അങ്ങനെ ഇത് മഹാരാജാവിനെയും നാട്ടുകാരെയും ജൂതന്മാരെയും വ്യാപാരികളെയൊക്കെ സമയം പാലിക്കാൻ സഹായിക്കുന്നു. കൊച്ചി പരദേശി സിനഗോഗ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. സെഫർഡിക്, സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗീസ് സംസാരിക്കുന്ന വിദേശികളായ ജൂതന്മാരാണ് ഈ സിനഗോഗ് നിർമ്മിച്ചത്. അതിനാലാണ് വിദേശികൾ എന്നർത്ഥം വരുന്ന പരദേശി സിനഗോഗ് എന്ന് വിളിക്കപ്പെടുന്നത്. 10 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവിടുത്തെ സമയക്രമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗാലറി ഉണ്ട്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം നമുക്ക് കയറാം. അപ്പോൾ അങ്ങനെ നമ്മൾ സിനഗോഗിൻ്റെ തിരുമുറ്റത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ഒരു ഇരിപ്പിടമൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി ആരാധകരെ പരദേശി സിനഗോഗുകളിൽ നഗ്നപാതരായിട്ട് പ്രവേശിക്കണം. അതിനാലാണ് ചെരുപ്പുകൾ പുറത്തിടുക എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഓഫ് നേഷൻസിൻ്റെ ഏറ്റവും പഴയ സജീവമായ സിനഗോഗാണിത്. സിനഗോഗിൻ്റെ തിരുമുറ്റത്തിൻ്റെ വലതുവശത്ത് കാണുന്ന മതിലിൻ്റെ മറുവശത്ത് മട്ടാഞ്ചേരിയിലെ ഹിന്ദു ക്ഷേത്രവും കൊച്ചി രാജാവിൻ്റെ കൊട്ടാരവും ഒക്കെയാണ്. കൊട്ടാരത്തിനോട് ചേർന്നിട്ടാണ് സിനഗോഗ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കിണർ കാണാം. നമ്മുടെ സിനഗോഗിലേക്ക് ആവശ്യമായ ജലസംവിധാനത്തിനൊക്കെ വേണ്ട വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ കുറച്ച് വർണ്ണ മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനും സാധിക്കും. അതുപോലെ തന്നെ സിനഗോഗിൻ്റെ മുറ്റത്ത് തന്നെ ഒരുപാട് വിളക്കുകൾക്ക് അനുയോജ്യമായ ഒരുപാട് സ്ഫടിക പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനഗോഗിൻ്റെ അകത്ത് ഇതിന് മനോഹരമായിട്ടുള്ള ഒരുപാട് വിളക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1568 സാമുവൽ കാസ്റ്റിയൽ, ഡേവിഡ് ബെലീല, ജോസഫ് ലെവി എന്നിവർ ചേർന്ന് കൊച്ചിയിലെ പരദേശി ജൂത സമൂഹത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ജൂതപ്പള്ളി. സെഫാർഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിൻ്റെ ഘടന. ജെറൂസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗ് നിലകൊള്ളുന്നത്. നമ്മൾ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് കടക്കുമ്പോൾ പ്രവേശന കവാടത്തിനരികിലായിട്ട് 2 പിച്ചള തൂണുകൾ കാണാം. ഇത് സോളമൻ്റെ ദേവാലയത്തിലെ തൂണുകളുടെ പ്രതീകമാണ്. ഈ പ്രാർത്ഥനാ ഹാളിൻ്റെ മുകൾ വശം ബെൽജിയത്തിൽ നിന്നുള്ള വെള്ളിയിൽ നിർമ്മിച്ച ബഹുശാഖാ ദീപങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സിനഗോഗുകളുടെ പതിവ് പോലെ ഈ പരദേശി സിനഗോഗിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. ഓരോ ഉത്സവത്തിനും ആഘോഷത്തിനും പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ, പൊതു ആരാധനയിൽ നടത്തുന്ന പരിശോധന ചടങ്ങുകൾ, ചില ഉത്സവങ്ങളിൽ മുന്തിരിച്ചാറിൽ നനച്ച പ്രത്യേക സുഗന്ധ ഇലകളുടെ നനച്ചുള്ള വിതരണം, ഇതെല്ലാം ഇവിടെ നടത്തപ്പെടുന്നു. ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ടതിൽ നിന്നും ചരിത്രം പരിശോധിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെക്കാൾ കൂടുതലായിട്ട് പുറം രാജ്യത്തു നിന്നുള്ള വിദേശികളാണ് ഈ സിനഗോഗുകളിൽ ചരിത്രവും മതപരമായ വിശേഷണങ്ങളും അതൊക്കെ അറിഞ്ഞ് കൂടുതലായിട്ട് ഇവിടെ എത്തുന്നത്. വിനോദസഞ്ചാരികളായിട്ട് ജോഡികളായിട്ട് ഇവിടെ എത്തുന്ന വിദേശികൾ സിനഗോഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിവാഹിതരായിട്ട് പോലും ഉണ്ട്. ഈ വീഡിയോ ഇതുവരെ കണ്ടതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതലും വിദേശികളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടേക്കുന്നത്. അപ്പോൾ വിദേശികളാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. 1968 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പങ്കെടുത്ത ചടങ്ങിലാണ് സിനഗോഗിൻ്റെ 400ാം വാർഷികം ആഘോഷിച്ചത്. ഈ സിനഗോഗിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രാർത്ഥനാ ഹാളിന് നടുവിലായിട്ട് കാണുന്ന ഈ ഉയർന്ന പ്രസംഗപീഠമാണ്. ഭീമ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഭീമയിലാണ് നേതാവായ ഹസ്സാൻ പ്രാർത്ഥനകൾ നടത്തുന്നത്. സായാഹ്ന പ്രാർത്ഥനകൾ എപ്പോഴും നടത്തപ്പെടുന്നത് ഈ ഭീമയിൽ നിന്നാണ്. ഭീമയ്ക്ക് മുൻവശമുള്ള പെട്ടകം അല്ലെങ്കിൽ ഹാലിലാണ് തോറ ചുരുളുകളൊക്കെ വെക്കുന്നത്. പെട്ടകത്തിന് മുൻപിൽ സോളമൻ്റെ കാലം മുതൽ എല്ലാ യഹൂദ സിനഗോഗിലുമുള്ള ശാശ്വതമായ വിളക്ക് അഥവാ താമിദ് സ്ഥാപിച്ചിരിക്കുന്നു. സിനഗോഗിനകത്ത് താഴെ കാണുന്ന ടൈലുകൾക്കും ഉണ്ട് പ്രത്യേകത. 18ാം നൂറ്റാണ്ടിൻ്റെ അലങ്കാരമായി ചൈനയിലെ കാൻറ്റണിൽ നിന്ന് വാങ്ങിയ കൈകൊണ്ട് നിറമിട്ട നീല കളറുള്ള പാറ്റേൺ ടൈലുകളാണവ. വാണിജ്യ പെയിന്റുകളുടെ കണ്ടുപിടുത്തത്തിന് മുൻപ് ഓരോ ടൈലുകളും സസ്യജന്യ വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് നിറം പിടിപ്പിച്ചിരുന്നത്. അതിനാൽ ഓരോ ടൈലും ചിത്രങ്ങൾ ഒന്നാണെങ്കിൽ തന്നെയും വ്യത്യസ്തങ്ങളായിരിക്കും. മൊത്തം 1100 ടൈലുകളുണ്ട്. പെട്ടകത്തിൻ്റെ കമാനത്തിൽ നിയമത്തിൻ്റെ കിരീടം എന്നർത്ഥം വരുന്ന കേറ്റർ തോറ എന്നീ 2 ഹീബ്രു വാക്കുകളുണ്ട്. തോറ ചുരുളുകൾ സ്വർണ്ണ കിരീടം കൊണ്ട് മൂടി വെള്ളിക്കൂടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. നിരവധി കിരീടങ്ങൾ കൊച്ചി രാജാവിൻ്റെ സമ്മാനങ്ങളായിരുന്നു. ഓരോ കൂടിലും പഴയ നിയമത്തിൻ്റെ ഓരോ കൈയെഴുത്ത് ചുരുളും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ബത്തുകളിലും യഹൂദ ഉത്സവങ്ങളിലും അതിൻ്റെ ഒരു ഭാഗം വായിക്കുന്നു. ജൂതന്മാരുടെ പുതുവത്സരമായ വിശേഷ അവധിക്കാലത്ത്
ഹൈ ഹോളിഡേയ്സ് എന്നാണ് ഈ അവധിക്കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ആ അവസരത്തിൽ ഈ തോറ ചുരുളുകൾ ആഘോഷത്തോടെ തിരുമുറ്റത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സിനഗോഗിൽ നടത്തപ്പെട്ട അവസാനത്തെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് സിനഗോഗിൻ്റെ 450-ാം വാർഷികാഘോഷമായിരുന്നു. അത് 2018 ഡിസംബറിൽ 2 ആഴ്ചയായി നടത്തപ്പെട്ടു. അന്ന് ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഓസ്ട്രേലിയ, ഹോളണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് 150-ലധികം അംഗങ്ങൾ ഈ ജൂ ടൗണിൻ്റെ തെരുവുകൾ സജീവമാക്കിക്കൊണ്ട് ചിരിയും പാട്ടും പ്രാർത്ഥനകളും ഒക്കെയായി കൊച്ചിയിൽ ഒത്തുകൂടി. ഈ പറഞ്ഞ എല്ലാ അംഗങ്ങളും ഒത്തുകൂടി അന്നെടുത്ത മനോഹരമായ ഒരു ചിത്രം അവിടെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനഗോഗിൻ്റെ ചരിത്രം, ഞാൻ ഇത്രയും പറഞ്ഞ് വിശദീകരിച്ച കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ സിനഗോഗിനകത്ത് 2 സൈഡുകളിലായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ചെടുക്കാനും സാധിക്കും. ക്രിസ്തുവർഷം 1000-ലാണ് ജോസഫ് റബ്ബാൻ എന്ന യഹൂദ നേതാവിന് കേരളത്തിലെ ഇതിഹാസ ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ അന്നത്തെ മലബാറിലെ പ്രഭുക്കന്മാരായിരുന്ന നായർക്ക് തുല്യമായ 72 അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ചെമ്പ് ഫലകങ്ങളുടെ കൂട്ടം സമ്മാനിച്ചത്. ഈ പ്രാർത്ഥനാ ഹാളിന് പുറകുവശത്തായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാളിന് പുറകിലായിട്ട് മുകളിലായി ഗാലറികൾ കാണാം. അതിനും അപ്പുറത്താണ് സ്ത്രീകൾക്കുള്ള ഇരിപ്പിടം. ഒരു 2ാം പ്രസംഗ പീഠം അല്ലെങ്കിൽ ഭീമയാണ് അപ്പർ ഗാലറി. ശബ്ബത്ത്, ഉത്സവങ്ങൾ, മറ്റ് വിശേഷ ചടങ്ങുകൾ എന്നിവയിലെ പ്രഭാത സേവനങ്ങൾക്കായി ഈ പീഠം ഉപയോഗിക്കുന്നു. ഉപരിസ്ഥിതമായ പീഠം കൊച്ചിയിലെ സിനഗോഗിൻ്റെ സവിശേഷതയാണ്. ഇനി നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ നിന്നിറങ്ങി അവിടെ പുറത്തുള്ള ഒരു പെയിന്റിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചി രാജാക്കന്മാരും ജൂതന്മാരും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് ആ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരും. സോളമൻ 18-ാമൻ രാജാവും മലബാർ തീരവും തമ്മിൽ വാണിജ്യബന്ധമുണ്ടായിരുന്നു. തേക്ക്, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചന്ദനമരം, മയിൽ എന്നിവയെല്ലാം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. 70-ാം സെഞ്ചുറിയിൽ റോമൻകാരാൽ 2ാം ദേവാലയത്തിൻ്റെ അധപതനമുണ്ടായി. അതോടുകൂടി പാലസ്തീനിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാർക്ക് നിരന്തര നാശമുണ്ടാവുകയായി. കൊടുങ്ങല്ലൂരിലേക്ക് ജൂതന്മാർ എത്തിച്ചേർന്നത് 72-ാം സെഞ്ചുറിയിലാണ്. അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ രാജാവ് ഈ ജൂതന്മാരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്തൊരു ചിത്രത്തിൽ ഇതിനോട് ചേർത്ത് തന്നെ അവർ വെച്ചിരിക്കുന്നത്. ജൂതന്മാരുടെ നേതാവ് ജോസഫ് റബ്ബാം ചേരന്മാർ പെരുമാളിൽ നിന്ന് ചെമ്പിൻ്റെ ഫലകം സ്വീകരിച്ചു. അദ്ദേഹത്തെ അഞ്ചുമനിലെ രാജകുമാരനാക്കി. 379-ാം സെഞ്ചുറിയിൽ കൊടുങ്ങല്ലൂരിൽ ഈ ജൂതരാജ്യം സ്ഥാപിക്കപ്പെട്ടു. ജെറൂസലേമിലെ 2ാം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന 2 യഥാർത്ഥ വെള്ളി കാഹളക്കുഴൽ, അവയിൽ അവാച്യമായ രീതിയിൽ പേരുകൾ കൊത്തിവെച്ചിരുന്നു. അവ കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുവന്നു. സായാഹ്ന സാബത്ത് ദിവസം പൊതുജനം അത് ഊതി. പൊതുജനം അവരുടെ ഒരു പ്രത്യേക അവകാശം എന്ന നിലയിൽ അത് അപഹരിച്ചു കൊണ്ടുപോയി. അതിൻ്റെ ഫലമായി വഴക്കുണ്ടായി. അതോടെ നിർഭാഗ്യവശാൽ അവ നശിച്ചുപോയി. 1524-ൽ പോർച്ചുഗീസിലെ അവസാനത്തെ ജൂത രാജകുമാരനായ ജോസഫ് അസാർ കൊച്ചിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം എത്തി. അവരെ കൊച്ചി മഹാരാജാവിൻ്റെ സംരക്ഷണത്തിൽ താമസിപ്പിച്ചു. 1568-ൽ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിനും ക്ഷേത്രത്തിനും അടുത്തായിരുന്നു കൊച്ചി സിനഗോഗിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1805-ൽ തോറയ്ക്ക് വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് ഒരു സ്വർണ്ണ കിരീടം സമ്മാനിച്ചു. 1949-ൽ അവസാനം ഭരിച്ച കൊച്ചി മഹാരാജാവിൻ്റെ കിരീടാവകാശം ത്യജിക്കുന്നതുവരെ സിനഗോഗിൻ്റെ സ്വത്തുവകകൾ ഈ രാജാവിൻ്റെ അധീനതയിലായിരുന്നു. അപ്പോൾ ഇത്തരം മനോഹരമായ പെയിൻറ്റിങ്ങുകളെല്ലാം കണ്ട് നമ്മൾ മട്ടാഞ്ചേരി സിനഗോഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിനഗോഗിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക.